മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരാൾ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് അത് നോക്കുന്നതിൽ അർത്ഥമില്ല. പ്രസൻറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അള്ളാഹ്ക്കറിയാം, എനിക്കത് മതി. എൻ്റെ ചേച്ചി, അള്ളാഹ്ക്ക് നിങ്ങളുടെ മനസ്സറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അള്ളാഹിനേക്കാൾ വലുതല്ലല്ലോ നിങ്ങളുടെ വാക്ക്. നിങ്ങൾ ഒരു കൊല്ലം മുമ്പല്ലേ തീരുമാനിച്ചു ഇനി ഹിജാബൊക്കെ ഇട്ടിട്ട് നടക്കുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്പോൺസർ ചെയ്ത എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ട് പറയണം, ഞാൻ എൻ്റെ ഇത്ര നാളും ഞാൻ ജീവിച്ചത് ഈ ഒരു രീതിയിലാണ്. ഹിജാബ് ഇട്ടിട്ട് ഞാൻ പല സ്ഥലത്തും പല ഡാൻസും അങ്ങനെയൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നി. എനിക്കൊരു ബോധോദയം വന്നേക്കുകയാണ്. സോ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ തന്ന കാശെല്ലാം ഞാൻ തിരിച്ചു തരുവാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞൂടെ? അള്ളാഹിനേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. അപ്പോൾ നിങ്ങൾ 100% ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതെല്ലാം ഞാൻ വാക്ക് കൊടുത്തു പോയി അതുകൊണ്ട് പണ്ടത്തെ വീഡിയോസ് അവിടെ കിടന്നോട്ടെ, എൻ്റെ അള്ളാഹിനെല്ലാം അറിയാലോ, അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് മതത്തിനോട് തീവ്രമായ ബഹുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് സ്പോൺസേഴ്സിനോട് പറയാം, ഞാൻ നല്ല രീതിയിൽ എൻ്റെ മതം പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതെൻ്റെ പേജിൽ ഇടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോമന്റ് സെക്ഷൻ തരുന്നതായിരിക്കും എന്ന രീതിയിൽ പറഞ്ഞൂടെ? നിങ്ങൾ ഇത്ര നാളും ഹിജാബൊക്കെ ഇട്ട് ഫുൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്ന് നല്ല കാശുണ്ടാക്കി, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ബോധോദയം വന്ന് അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ കൂളായിട്ട് പോകുന്നു. നല്ല കാര്യമാണ്, ബോധോദയം വരുന്നതും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ പിന്നെ ആരും ചൊറിയാനൊന്നും വരില്ലല്ലോ. നിങ്ങളുടെ ഈ രീതി മാത്രമല്ല.